നമസ്കാരം, എൻ്റെ പേര് നിതിൻ എഫ് എന്നാണ്. ഞാൻ SCT ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം, ധാരാളം അബോർഷൻ കേസുകൾ വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇപ്പോൾ ധാരാളം പഠനങ്ങൾ, പ്രത്യേകിച്ച് കേരളത്തിൽ ഈ അടുത്ത് കാലത്ത് നടത്തിയിരിക്കുന്ന അബോർഷൻസുകളുടെ കണക്കുകൾ നമ്മൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ 2024 അവസാനമായിട്ട് ഔദ്യോഗികമായിട്ടുള്ള കണക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ 2024 കണക്ക് നോക്കുകയാണെങ്കിൽ ആക്ച്വലി 30,000 അബോർഷൻസ് ആണ് ഒരു വർഷം നടക്കുന്നത്. അതിൽ 10,000 അബോർഷൻസ് സ്പോണ്ടേനിയസ് ആയിട്ടും 10,000 അബോർഷൻസ് മെഡിക്കൽ കോസ് കാരണവും, ബാക്കി 10,000 വരുന്ന അബോർഷൻസ് ഈ പാരൻസ് അല്ലെങ്കിൽ ഈ ഹ്യൂമൻ ഫീറ്റസിന്റെ ഫാദറും മദറും കൂടെ ഡിസൈഡ് ചെയ്തിട്ട് ആക്ച്വലി ടെർമിനേറ്റ് ചെയ്യുകയാണ്. അവർ ഇന്റൻഷനലി നശിപ്പിച്ച് കളയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഇന്റൻഷനലി ഒരു ഹ്യൂമൻ ഫീറ്റസിനെ നശിപ്പിക്കുന്നത് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു ഹ്യൂമൻ ലൈഫിനെ തന്നെ ഇല്ലാതാക്കുകയാണ്. ഒരു രീതിയിൽ നമുക്കതൊരു മർഡർ അല്ലെങ്കിൽ കൊലപാതകം എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുന്ന തരത്തിലാണ് അത് സംഭവിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു കോൺഷ്യസ് ആയിട്ട് ഇന്റൻഷനലി നമ്മളുടെ തന്നെ ചോയ്സിൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു കംഫർട്ടിന് വേണ്ടിയിട്ട് കേരളത്തിൽ ഔദ്യോഗിക കണക്ക് പ്രകാരം 10,000 ഹ്യൂമൻ ഫീറ്റസിനെ നശിപ്പിക്കുന്നുണ്ടെന്നുള്ളത് വളരെ സീരിയസ് ആയിട്ട് കേരള സമൂഹം ക്രിട്ടിക്കലി ഇവാലുവേറ്റ് ചെയ്യേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഈ 10,000 ആണ് എന്ന് പറയുന്നുണ്ടെങ്കിലും പ്രത്യേകിച്ച് ഇന്റർനാഷണൽ ആയിട്ടുള്ള പല ഏജൻസികളും പല സംഘടനകളും ഇന്ത്യയിൽ നടക്കുന്ന അബോർഷനുകളെ കുറിച്ച് പഠിക്കുന്നവർ ആകെ നടക്കുന്ന അബോർഷൻസിന്റെ 20% മാത്രമേ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുള്ളൂ എന്നുള്ളതാണ്. അതായത് ഈ പറയുന്ന ഇൻഡ്യൂസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ബൈ ചോയ്സ് ആയിട്ട് ചെയ്യുന്ന അബോർഷന്റെ എണ്ണം ഔദ്യോഗിക കണക്ക് പ്രകാരം 10,000 ആണെങ്കിൽ ആക്ച്വൽ കണക്ക് അറൗണ്ട് 2 ലക്ഷത്തോളം വരുമെന്നുള്ളതാണ്. അത് ഒരു ഭൂപ്രകൃതിയിൽ അല്ലെങ്കിൽ ഒരു ജോഗ്രഫിക്കൽ ലൊക്കേഷനിൽ ഒരു വർഷത്തിൽ ഇത്രയും വലിയ രീതിയിലുള്ള അബോർഷൻസ് നടക്കുന്നുണ്ടെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ നമ്മളുടെ ഒരു ചോയ്സ്, പല പാരൻസും അവരുടെ ഒരു കംഫർട്ടിന് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ അവരുടെ ഒരു റെസ്പോൺസിബിലിറ്റി എടുക്കാനുള്ള ഒരു വില്ലിങ്നെസ് ഇല്ലായ്മ കൊണ്ടാണ് പലപ്പോഴും ഈ പറയുന്നൊരു ആക്ടിലേക്ക് അവർ പോകുന്നത്. അപ്പോൾ നമ്മളതിനെ വിലയിരുത്തേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ 2 തരത്തിലുള്ള ആൾക്കാരാണ് കൂടുതൽ അബോർഷൻസ് ചെയ്യുന്നത്. ഒന്ന്, പ്രീ മാരിറ്റൽ ആയിട്ടുള്ള സെക്ഷുവൽ റിലേഷൻഷിപ്പിനകത്തേക്ക് ഇടപെടുന്ന ആൾക്കാർ, മാരേജിന് മുന്നേ സെക്ഷുവൽ റിലേഷൻഷിപ്പിനകത്തേക്ക് ഇടപെടുന്ന ആൾക്കാർ. 2, മാരേജിന് ശേഷം കുട്ടികളായതിനു ശേഷം ഇപ്പോൾ കുട്ടികൾ മതി, ഇനി വേണ്ട എന്നുള്ള തീരുമാനം എടുത്തതിന് ശേഷം വീണ്ടും പ്രഗ്നന്റ് ആവുന്ന ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ അബോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് രണ്ടും നമ്മൾ വളരെ സീരിയസ് ആയിട്ട് ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ഫാമിലി ആയിട്ടുള്ള ആൾക്കാരുടെ കാര്യം നോക്കുകയാണെങ്കിൽ പൊതുവിലുള്ളൊരു മിഥ്യാധാരണ എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ എണ്ണം കുറഞ്ഞിരുന്നാൽ ഫാമിലി നല്ലതായിരിക്കും. ചിലരൊക്കെ വിചാരിക്കുന്ന സാമ്പത്തികമായിട്ടുള്ള സുരക്ഷിതത്വം ഉണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടുകൾ കുറയും, കംഫർട്ടായിരിക്കും എന്നൊക്കെയാണ് ചിന്തിക്കുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ കുട്ടികൾ വളർന്നു വരുമ്പോൾ തുടക്ക കാലത്ത് ചെറിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും നമ്മൾ കുറച്ച് സീരിയസ് ആയിട്ട് കൂടുതലായിട്ട് റെസ്പോൺസിബിൾ ആവേണ്ടുന്ന ആവശ്യകത ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നിലനിൽക്കുന്നുണ്ടെങ്കിൽ പോലും ഓവർ ദ ടൈം, ലോങ് ടൈം കുട്ടികളുടെ എണ്ണം കൂടുന്നതാണ് ആക്ച്വലി ബെറ്റർ ആയിട്ടുള്ള ഫാമിലി റിലേഷൻഷിപ്പിനും അതുപോലെ തന്നെ ഫുൾഫിൽമെന്റിനും സാറ്റിസ്ഫാക്ഷനും ഹാർമണിക്കൊക്കെ സഹായിക്കുന്നതായിട്ടാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ കുട്ടികളുടെ എണ്ണം കൂടുന്നത് എപ്പോഴും ഒരു ഇൻഡിവിജ്വൽ ലൈഫിനാണെങ്കിലും ഫാമിലിക്കാണെങ്കിലും സൊസൈറ്റിക്കാണെങ്കിലും അത് ഒരു ബെറ്റർ ആയിട്ടുള്ള സിനാരിയോയിലേക്കാണ് കൊണ്ടുപോകുന്നത് എന്നുള്ളത് വളരെ യാഥാർത്ഥ്യം ആയ ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് കേരളം പോലൊരു സംസ്ഥാനം നമ്മൾ നോക്കുകയാണെങ്കിൽ 1.3, 1.4 ആണ് നിലവിലെ ഫെർട്ടിലിറ്റി റേറ്റ്. അതായത് കുട്ടികളുടെ എണ്ണം കുറയുകയും പ്രായമായവരുടെ എണ്ണം കൂടി വരികയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത്. അപ്പോൾ കൂടുതൽ കുട്ടികൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകേണ്ടുന്നത് നമ്മുടെ സാമൂഹ്യമായിട്ടുള്ള ആവശ്യം കൂടെയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് അത്യാവശ്യമായ കാര്യമാണ്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ അഡോപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന പാരൻസിന്റെ എണ്ണം അറ്റ് എ ടൈം നോക്കിക്കഴിഞ്ഞാൽ
30,000 പാരൻസ് ആണ് 3,000 കുട്ടികളെ അഡോപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. അതായത് 3,000 കുട്ടികളെ അവൈലബിൾ ആയിട്ടുള്ളൂ, 30,000 റിക്വയർമെന്റ് ഉണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ അത്രയും വലിയൊരു ഡിമാൻഡ് മിസ്മാച്ച് അല്ലെങ്കിൽ സപ്ലൈ ഡിമാൻഡ് മിസ്മാച്ച് കുട്ടികളെ അഡോപ്റ്റ് ചെയ്യുന്ന കാര്യത്തിനകത്തും ഉണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ വളരെ വാല്യുബിൾ ആയിട്ടുള്ള ഹൈലി മോറൽ വർത്തായിട്ടുള്ള ഒരു ഹ്യൂമൻ ലൈഫിനെ നമ്മളുടെ കൺട്രോളിൽ ഇല്ലാതെ നഷ്ടപ്പെട്ടു പോകുന്നതിനകത്ത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമ്മൾ ഇന്റൻഷനലി നശിപ്പിക്കുമ്പോൾ, അത് നശിപ്പിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുമ്പോൾ, അത് ഒന്നും കൂടെ പലവട്ടം അതിൻ്റെ ഒരു മോറൽ വശം കൂടെ ചിന്തിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പോൾ അബോർട്ട് ചെയ്യുന്ന ഭൂരിഭാഗം ആൾക്കാരിലും നമ്മൾ നോക്കുമ്പോൾ കാണാൻ കഴിയുന്നത് താൽക്കാലികമായിട്ട് അവർക്കൊരു കംഫർട്ട് അല്ലെങ്കിൽ അവർക്കൊരു ആശ്വാസം കിട്ടുമെങ്കിലും ഓവർ ദ ടൈം ലോങ് ടൈം അവർ തിരിഞ്ഞു നോക്കുമ്പോൾ അത് വലിയ രീതിയിൽ റിഗ്രറ്റ് ചെയ്യുന്നതായിട്ടാണ് പലപ്പോഴും കാണുന്നത്. അപ്പോൾ ഈ ഒരു പ്രോബ്ലം, ഇതൊരു വലിയൊരു സാമൂഹികമായിട്ടുള്ള ഒരു സോഷ്യൽ ഇഷ്യൂ തന്നെയാണ്. ഒരു വർഷം കേരളത്തിൽ നടക്കുന്ന റോഡപകടങ്ങളുടെ എണ്ണം നോക്കിക്കഴിഞ്ഞാൽ പോലും അതിൽ മരിക്കുന്നവരുടെ എണ്ണം 4,000 ആണ്. അപ്പോൾ 10,000 പേര് ഔദ്യോഗിക കണക്ക് വെച്ച്, അത് ആക്ച്വൽ കണക്ക് മേ ബി 2 ലക്ഷത്തോളം വന്നേക്കും. അപ്പോൾ അത്രയും ഫീറ്റസിനെ നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്റൻഷനലായിട്ട് അബോർട്ട് ചെയ്യുന്നു കംഫർട്ടിന് വേണ്ടിയിട്ട് ബൈ ചോയ്സ് എന്നുള്ളത് നമ്മൾ വളരെ കേരള സമൂഹം ക്രിട്ടിക്കലി ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ്. താങ്ക് യു സോ മച്ച്.